ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററായ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, റിലേഷൻ ആൻഡ് ഫങ്ഷനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് കുറച്ച് ടേംസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ റിലേഷൻ എന്ന പറഞ്ഞ ടേമിനെ അസോസിയേറ്റ് ചെയ്ത് കുറച്ച് ടേംസ് വരും. അപ്പോൾ ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമുക്ക് ആ ടേംസ് ഏതൊക്കെയാണ് അത് എന്താണെന്നൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ ടേം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ഓർഡേർഡ് പെയർ. എന്താണ് ഓർഡേർഡ് പെയർ? ഫോർ എക്സാമ്പിൾ, ഇവിടെ ഓർഡേർഡ് പെയർ എന്താണ്, അതെങ്ങനെയാണ് എഴുതുക എന്ന് നോക്കാം. ഓർഡേർഡ് പെയർ എന്ന് പറഞ്ഞാൽ രണ്ട് എലമെൻറ്റ്സ്. ഇപ്പം ഞാനിവിടെ എ ആൻഡ് ബി രണ്ട് എലമെൻറ്റ്സ് എടുത്തിട്ടുണ്ട്. ഈ രണ്ട് എലമെൻറ്റ്സിനെ പാരാന്തസിസിൽ, അതായത് ഓപ്പൺ ബ്രാക്കറ്റിൽ ആ രണ്ട് എലമെൻറ്റ്സും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ എഴുതുക. അതാണ് ഓർഡേർഡ് പെയർ. അതായത് രണ്ട് എലമെൻറ്റ്സ് വന്നിട്ട് ഓപ്പൺ ബ്രാക്കറ്റിൽ കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ ഓർഡേർഡ് പെയർ എന്ന് പറയുന്നത്. ബട്ട് ഇപ്പം നമ്മൾ സെറ്റ് തിയറിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ കമ ബി ഇസ് ഈക്വൽ ടു ബി കമ എ. അതായത് ആ രണ്ട് എലമെൻറ്റ്സ് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ അത് വന്നിട്ട് സെയിം ആയിരിക്കുന്നു. പക്ഷേ ഇൻ ഓർഡേർഡ് പെയർ ഈ കോൺസെപ്റ്റ് മാച്ച് ആവില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം. ഇപ്പം നമ്മൾ സെറ്റ് തിയറിയിൽ ദിസ് 3,2 ആൻഡ് 2,3 ഇത് രണ്ടും സെയിം ആണ്. പക്ഷേ അത് വന്നിട്ട് ഓർഡേർഡ് പെയറിൽ നമ്മൾ എഴുതുമ്പോൾ 2, 3 ആൻഡ് 3, 2. ഇപ്പം ഇത് നമ്മൾ മനസ്സിലാവാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഗ്രാഫായിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഈ 2 എന്ന് പറയുന്നത് എക്സ് ആക്സ് കോർഡിനേറ്റ് ആൻഡ് 3 വൈ കോർഡിനേറ്റ്, ആൻഡ് ഹിയർ 3 ഇസ് എക്സ് കോർഡിനേറ്റ് ആൻഡ് 2 ഇസ് വൈ കോർഡിനേറ്റ്. അപ്പോൾ നമ്മൾ ഗ്രാഫിൽ ദിസ് ഇസ് എക്സ് ആക്സിസ് ആൻഡ് ദിസ് ഇസ് വൈ ആക്സിസ്. ഈ 2 ആൻഡ് 3 വന്നിട്ട് ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 2 എവിടെയാണ് വരിക? എക്സിൽ 2, 1, 2 ആൻഡ് വൈ ഇസ് 3. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇവിടെ വരും ഈ ഭാഗത്തായിട്ട്. നെക്സ്റ്റ് 3 ആൻഡ് 2, എക്സിൽ 3 ആൻഡ് വൈയിൽ 2. അപ്പോൾ നമുക്ക് ഇവിടെ വരും. അപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം സെറ്റ് തിയറിയിലെ കോൺസെപ്റ്റ് അല്ല ഇവിടെ ഓർഡേർഡ് പെയറിൽ യൂസ് ചെയ്യുന്നത്. അവിടെ അത് ഈക്വൽ ആയിരിക്കും, ബട്ട് ഇവിടെ വന്നിട്ട് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതാണ് ഓർഡേർഡ് പെയർ. നെക്സ്റ്റ് വന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കാർട്ടീഷ്യൻ പ്രോഡക്ട്സ്. എന്താണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്. അതായത് ഓർഡേർഡ് പെയേഴ്സിൻ്റെ ഒരു സെറ്റിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. കൺസിഡർ 2 സെറ്റ്സ് എ ആൻഡ് ബി. രണ്ട് സെറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് വൺ ഇസ് എയിൽ ഏതൊക്കെയാണ് എലമെൻറ്റ്സ് 1, 2 ആൻഡ് ബിയിൽ 3, 4, 5. അപ്പോൾ ഇതിൻ്റെ ഓർഡേർഡ് പെയേഴ്സ് എങ്ങനെയാണ് എഴുതുക? എ ആൻഡ് ബി തന്നിട്ടുണ്ടെങ്കിൽ ആ രണ്ട് എലമെൻറ്റ്സിൻ്റെ, അതായത് രണ്ട് സെറ്റിൻ്റെ ഓർഡേർഡ് പെയേഴ്സ് നമ്മൾ എങ്ങനെ എഴുതുന്നു? അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ എയിൽ 1 നമ്മൾ ഫസ്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ട് വെക്കുക. അപ്പോൾ 1. നെക്സ്റ്റ് ബിയിൽ നമ്മൾ ഓർഡേർഡ് പെയർ എഴുതുമ്പോൾ എങ്ങനെ എഴുതേണ്ടത്? എ കമ ബി. അതായത് രണ്ട് എലമെൻറ്റ്സ് ഇൻ പാരന്തസിസ് സെപ്പറേറ്റ് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ ഇതിൽ 1 എന്ന എലമെൻറ്റും നെക്സ്റ്റ് ബിയിൽ 3 എന്ന എലമെൻറ്റും. അപ്പോൾ 1, 3 ഫസ്റ്റ് ഓർഡേർഡ് പെയർ. നെക്സ്റ്റ് വൺ ഇസ് 1 ആൻഡ് 4 ആൻഡ് നെക്സ്റ്റ് 1, 5. അടുത്തത് നമ്മൾ നോക്കേണ്ടത് എ എന്ന സെറ്റിലെ നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്? നെക്സ്റ്റ് വൺ ഇസ് 2. അപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഓർഡേർഡ് പെയർ എഴുതുമ്പം 2, 3 ആൻഡ് 2, 4 ആൻഡ് 2, 5. അപ്പോൾ നമുക്ക് ഈ രണ്ട് തന്നിട്ടുള്ള എ ആൻഡ് ബി എന്ന സെറ്റിൻ്റെ ഫുൾ ഓർഡേർഡ് പെയർ കിട്ടിയത് സെറ്റ് ഓഫ് ഓൾ 1, 3, 1, 4, 1, 5, 2, 3, 2, 4, 2, 5. ദിസ് സെറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ എ ക്രോസ് ബി. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യണതാണ്
എ ക്രോസ് ബി. നോർമലി നമ്മൾ ഈ സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് പറയുക. ബട്ട് ഇൻ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ നമ്മൾ ഈ സിമ്പിളിനെ ക്രോസ് എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇപ്പോൾ രണ്ട് സെറ്റ് എ ആൻഡ് ബി ആണെങ്കിൽ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യുക? എ ക്രോസ് ബി. ആൻഡ് ദിസ് ഇസ് കോൾഡ് ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് സെറ്റ്സ് എ ആൻഡ് ബി. തന്നിട്ടുള്ള രണ്ട് സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റാണ് എ ക്രോസ് ബി. അതായത് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്. ഇപ്പം നമുക്ക് ഏതൊക്കെയാണ് ഓർഡേർഡ് പെയേഴ്സ് അറിയാം. ഈ ഓൾ ഓർഡേർഡ് പെയേഴ്സിനെയും ചേർത്തതാണ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇത് എ ക്രോസ് ബി. നെക്സ്റ്റ് ബി എന്ന സെറ്റിൻ്റെയും എ എന്ന സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ബി ക്രോസ് എ. ഇവിടെ ബി ക്രോസ് എ എന്താണ്? അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബി എന്ന സെറ്റ് കൺസിഡർ ചെയ്യണം. ബിയിന് എയിനോട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് 3 1 and 3 2 4 1 4 2 5 1 5 2. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താ മനസ്സിലാക്കാൻ പറ്റുന്നത്? എ ക്രോസ് ബി ഇസ് നോട്ട് ഈക്വൽ ടു ബി ക്രോസ് എ. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഈക്വൽ ആയിരിക്കില്ല. നെക്സ്റ്റ് ഇൻ ദ സെറ്റ് ബിൽഡർ ഫോം. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ് എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുകയെന്ന്. എങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുക? അതായത് ഒരു കോമൺ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ ആ സെറ്റ് റിപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് സെറ്റ് ബിൽഡർ ഫോം എന്ന് പറയുക. അപ്പം നമ്മളിവിടെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിനെ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എങ്ങനെയാണ് വരിക? എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു രണ്ട് എലമെൻറ്റ് നമ്മൾ ഓർഡർഡ് പെയറിൽ എഴുതണം. എ കമ ബി. Here the first element should belong to the first set and the second element should belong to the second set. അതായത് A എന്ന എലമെൻറ്റ് belongs to the first set A and B എന്ന എലമെൻറ്റ് belongs to the second set B. അതുപോലെ B ക്രോസ് A കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് B ആൻഡ് A എങ്ങനെ എഴുതുക? B A രണ്ട് എലമെൻറ്റ് B A. അപ്പോൾ ഇതിൽ ബി ഫസ്റ്റ് എലമെൻറ്റ് ഏത് സെറ്റിൽ ഉണ്ടാവണം? ഫസ്റ്റ് സെറ്റ് ബിയിൽ. ആൻഡ് സെക്കൻഡ് എലമെൻറ്റ് എ സെക്കൻഡ് സെറ്റ് എയിൽ ഉണ്ടാവണം. ബി ബിലോങ്സ് ടു ബി ആൻഡ് എ ബിലോങ്സ് ടു എ. ഇപ്പോൾ രണ്ട് സെറ്റ് എ ആൻഡ് ബി. അതിൽ എ വന്നിട്ട് 5 എന്ന് പറഞ്ഞാൽ നൾ സെറ്റ്. അതായത് എ എന്ന സെറ്റ് നൾ സെറ്റാണ്. അല്ലെങ്കിൽ ബി എന്ന സെറ്റ് നൾ സെറ്റ് ആവാം. അല്ലെങ്കിൽ എയും ബിയും നൾ സെറ്റ് ആവാം. അപ്പോൾ ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു സെറ്റ്സ് എന്തായിരിക്കും? എം ടി സെറ്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എ വന്നിട്ട് എം ടി സെറ്റാണ്. ബി വന്നിട്ട് രണ്ട് എലമെൻറ്റ്സ് 2 3 ഉണ്ട്. അപ്പം നമ്മളതിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എൻ്റെയും ബിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ എന്ന എലമെൻറ്റ് ഫസ്റ്റ് എലമെൻറ്റും നെക്സ്റ്റ് ബി എന്ന സെറ്റിൻ്റെ ഫസ്റ്റ് എലമെൻറ്റും എടുക്കണം. ഇവിടെ എ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് എം ടി ആണ്. അപ്പോൾ യൂഷ്വലി നമുക്കതിൻ്റെ കാർട്ടീഷ്യൻ ഓർഡർഡ് പെയറും എം ടി ആയിരിക്കും. അപ്പോൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റും എം ടി ആയിരിക്കും. അപ്പോൾ ഇത് വന്നിട്ട് നൾ സെറ്റ് ആയിരിക്കും. നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. അപ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. എക്സാമ്പിൾ 2.1. ഫസ്റ്റ് സെറ്റ് എ ഇസ് ഈക്വൽ ടു എ ബി സി ആൻഡ് സെക്കൻഡ് സെറ്റ് ബി ഇസ് ഈക്വൽ ടു ഡി ഇ ആൻഡ് തേർഡ് സെറ്റ് സി ഇസ് ഈക്വൽ ടു എ ഡി. ഫൈൻഡ് എ ക്രോസ് ബി. സെക്കൻഡ് വൺ ഇസ് ബി ക്രോസ് എ. Third one is A cross B union C, and fourth one is A intersection C cross B, and fifth one is A intersection B cross C. ഇതിൻ്റെ സൊല്യൂഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? എ ക്രോസ് ബി. എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഓർഡേർഡ് പെയേഴ്സ്. അപ്പോൾ നമ്മൾ ഏതൊക്കെയാണ് അതിൻ്റെ തന്നിട്ടുള്ള രണ്ട് സെറ്റിൻ്റെ ഓർഡേർഡ് പെയേഴ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സെറ്റ് ഇസ് എ ആൻഡ് സെക്കൻഡ് സെറ്റ് ഇസ് ബി. എ ക്രോസ് ബി. അപ്പോൾ ഓർഡർഡ് പെയർ കണ്ടുപിടിക്കുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ് ആൻഡ് ഫസ്റ്റ് എലമെൻറ്റ് സെക്കൻഡ് എലമെൻറ്റ് അങ്ങനെ വേണം കണ്ടുപിടിക്കാൻ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് എലമെൻറ്റ് ഇസ് എ കമ ഡി, എ കമ ഇ. നെക്സ്റ്റ് വൺ ഇസ് ബി കമ ഡി ആൻഡ് ബി കമ ഇ. നെക്സ്റ്റ് വൺ ഇസ് സി കമ ഡി ആൻഡ് സി കമ ഇ. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഓർഡർഡ് പെയർസ് 1 2 3 4 5 6. അപ്പോൾ ഈ 6 ഓർഡേർഡ് പെയേഴ്സും ചേർത്തതാണ് എ എന്ന സെറ്റിൻ്റെയും ബി എന്ന സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അതുപോലെ തന്നെ ബി ക്രോസ് എ, ബി എന്ന സെറ്റിൻ്റെയും എ എന്ന സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബി എന്ന സെറ്റ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഓർഡേർഡ് പെയേഴ്സ് ഡി എ, ഡി ബി ആൻഡ് ഡി സി, ഇ എ, ഇ ബി ആൻഡ് ഇ സി. നെക്സ്റ്റ്
തേർഡ് വൺ ഇസ് എ ക്രോസ് ബി യൂണിയൻ സി. ഇതിൽ നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് വി ഷുഡ് ഫൈൻഡ് ബി യൂണിയൻ സി. അതായത് നമ്മൾ ഫസ്റ്റ് ബി യൂണിയൻ സി ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇതിൽ ബി യൂണിയൻ സി കണ്ടുപിടിക്കുമ്പോൾ എ ഡി ഇ ഇതാണ് ബി എന്ന സെറ്റിൻ്റെയും സി എന്ന സെറ്റിൻ്റെയും യൂണിയൻ എ ഡി ഇ. നെക്സ്റ്റ് എന്ത് ചെയ്യണം? എ എന്ന സെറ്റിൻ്റെയും നമ്മൾ കണ്ടുപിടിച്ച ബി യൂണിയൻ സി എന്ന സെറ്റ്, അതിപ്പോൾ ഒരു പുതിയ സെറ്റ്, അതിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്താ കിട്ടുക? എ എ എ ഡി ആൻഡ് എ ഇ, ബി എ ബി ഡി ബി ഇ, സി എ സി ഡി സി ഇ. അതുപോലെ തന്നെ ഫോർത്ത് വൺ ആൻഡ് ഫിഫ്ത്ത് വൺ സിക്സ്ത് വൺ അല്ല. ഇതിൽ എ ഇൻ്റർസെക്ഷൻ സി കണ്ടുപിടിച്ചിട്ട് ബി ആയിട്ട് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എ ഇൻ്റർസെക്ഷൻ ബി കണ്ടുപിടിച്ചിട്ട് ആ സെറ്റിൻ്റെയും സി എന്ന സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം. സിക്സ്ത് വൺ നോക്കാം. സിക്സ്ത് വൺ എന്താണ്? എ ക്രോസ് ബി ഡിഫറൻസ് സി. ബി ഡിഫറൻസ് സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. അതായത് ബി എന്ന സെറ്റിലുള്ളതും സി എന്ന സെറ്റിൽ ഇല്ലാത്തതും. ഇവിടെ ഏതാണ് ബി എന്ന സെറ്റിലുള്ളതും സി എന്ന സെറ്റിലില്ലാത്തതും? ഡി സിയിലുണ്ട്, ഇ എവിടെയില്ല? സിയിലില്ല. അപ്പോൾ ബി ഡിഫറൻസ് സി എന്താണ്? ഇ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ കണ്ടുപിടിക്കേണ്ടത്? എ എന്ന സെറ്റിൻ്റെയും ബി ഡിഫറൻസ് സി എന്ന സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ ഇ ബി ഇ ആൻഡ് സി ഇ. നെക്സ്റ്റ്, നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഓഫ് ടു ഫൈനൈറ്റ് സെറ്റ്സ്. അതായത് രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അതിൽ കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന്. എങ്കിലല്ലേ നമുക്കതിൽ എത്ര നമ്പർ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഫൈനൈറ്റ് സെറ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നെക്സ്റ്റ് നോക്കുന്നത് നമ്മൾ. അപ്പോൾ അതിന് ഫസ്റ്റ് രണ്ട് സെറ്റ്സ് എ ആൻഡ് ബി. നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എങ്ങനെ എഴുതുക? എ ക്രോസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എ കമ ബി. എ എന്ന് പറയുന്നത് ഫസ്റ്റ് സെറ്റിലെ എലമെൻറ്റ് ആൻഡ് ബി എന്ന് പറയുന്നത് സെക്കൻഡ് സെറ്റിലെ എലമെൻറ്റ്. എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു ബി. അപ്പോൾ നമ്മൾ ഈ രണ്ട് സെറ്റിൻ്റെ ഈ രണ്ട് സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള ഫോർമുലയാണ് നമ്പർ ഓഫ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എ ഇൻറ്റു നമ്പർ ഓഫ് ബി. അതായത് ഈ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൽ എത്ര എലമെൻറ്റ് ഉള്ളതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് വെച്ചാൽ നമ്പർ ഓഫ് എ, അതായത് എ എന്ന സെറ്റിലെ എലമെൻറ്റ്സ് ഇൻറ്റു ബി എന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ്. നമുക്ക് എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. എക്സാമ്പിൾ 2.2. സപ്പോസ് എ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് സെറ്റ് എ ഇസ് 1 2 3 ആൻഡ് ബി ഇസ് XY. എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? ഷോ ദാറ്റ് നമ്മൾ കണ്ടുപിടിക്കണം എൻ ഓഫ് എ ക്രോസ് ബി, അതായത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ക്രോസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ബി. അപ്പോൾ നമുക്ക് എ എന്ന സെറ്റ് അറിയാം. എന്താണ്? 1 2 3. ഇതിൽ എത്ര നമ്പർ ഉണ്ട്? എലമെൻറ്റ്സ് ഉണ്ട് 1 2 3 3. അപ്പോൾ നമ്പർ ഓഫ് എ ഇസ് ഈക്വൽ ടു 3. ആൻഡ് ബി എന്ന സെറ്റിൽ 1 2. നമ്പർ ഓഫ് ബി ഇസ് ഈക്വൽ ടു 2. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എന്താ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എൻ ഓഫ് എ ക്രോസ് ബി കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എ ക്രോസ് ബി എന്താണെന്ന് കണ്ടുപിടിക്കണം. അതായത് എ എന്ന സെറ്റിൻ്റെയും ബി എന്ന സെറ്റിൻ്റെയും കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 1x 1y 2x 2y ആൻഡ് 3x 3y. അപ്പോൾ ടോട്ടൽ എത്ര ഇതിൽ ടോട്ടൽ എത്ര ഓർഡേർഡ് പെയർസ് ഉണ്ട്? 1 2 3 4 5 6. ഇത് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? നെക്സ്റ്റ് നമ്മൾ എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. എൻ ഓഫ് എ എന്താണ്? 3. 3 ഇൻറ്റു 2 6. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് പ്രൂവായി എൻ ഓഫ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു എൻ ഓഫ് എ ഇൻറ്റു എൻ ഓഫ് ബി. നെക്സ്റ്റ് എക്സാമ്പിൾ, if n of a is equal to 5, n of b is equal to 4, find n of a cross b. അപ്പം നമുക്കറിയാം n of a cross b കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് n of a ഇൻറ്റു n of b. ഇതിൽ n of a എന്താണ്? 5 ആൻഡ് n of b is equal to 4. ഡയറക്റ്റ്ലി നമുക്ക് ആൻസർ കിട്ടും. 5 4s are 20.
നെക്സ്റ്റ് വൺ, Cartesian product of the sets of real numbers are with itself up to r cross r cross r. റിയൽ നമ്പറിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് അത് നമുക്ക് ത്രീ ടൈംസ് നമ്മൾ അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മൾ 3 ടൈംസ് ആവുമ്പോൾ നമുക്ക് ഓർഡേഡ് പെയറിൽ വന്നിട്ട് 3 എലമെൻറ്റ്സ് ഉണ്ടാവും. ഇത്ര നേരം നമ്മൾ ഓർഡേഡ് പെയർ പഠിച്ചതിൽ 2 എലമെൻറ്റ്സ്, പെയർ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് 3 ടൈംസ് കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നോക്കുമ്പോൾ അതിൽ 3 എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമ്മൾ ഓർഡേഡ് ട്രിപ്ലെറ്റ് എന്ന് പറയും. 2 എലമെൻറ്റ്സ് ഉള്ളതിന് ഓർഡേഡ് പെയർ ആൻഡ് 3 എലമെൻറ്റ്സ് വരുമ്പോൾ നമ്മളതിന് ഓർഡേഡ് ട്രിപ്ലെറ്റ് എന്ന് പറയും. നോക്കാം, ഓർഡേഡ് ട്രിപ്ലെറ്റ് എ ക്രോസ് എ ഇസ് ഈക്വൽ ടു ABC. ഇതിൽ ABC എല്ലാം എ എന്ന സെറ്റിലാണ് ഉള്ളത്, കാരണം നമ്മൾ എ എന്ന സെറ്റിൻ്റെ ട്രിപ്ലെറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. അതിൽ ABC എന്ന അതിനെയാണ് നമ്മൾ ഓർഡേഡ് ട്രിപ്ലെറ്റ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ ഓർഡേഡ് പെയർ പഠിച്ചു. സെയിം ഇതിനെ നമ്മൾ 3 എലമെൻറ്റ്സ് ഉള്ളത് കൊണ്ട് ഇത് നമ്മൾ ഓർഡേഡ് ട്രിപ്ലെറ്റ്. ദ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ആർ ക്രോസ് ആർ റിപ്രസെൻറ്റ്സ് ദ സെറ്റ്. നമുക്കറിയാം 2 സെറ്റിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് നമ്മൾ എങ്ങനെ എഴുതുക? ആർ ക്രോസ് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ XY സച്ച് ദാറ്റ് XY ബിലോങ്സ് ടു ആർ. ഇതിൻ്റെ കോർഡിനേറ്റ്സ് വന്നിട്ട് 2 ഡയമെൻഷനൽ ആയിരിക്കും. ആൻഡ് നെക്സ്റ്റ് നമ്മൾ 3 ടൈംസ് അതിൻ്റെ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ് വന്നിട്ട് 3 ഡയമെൻഷനൽ സ്പേസ് ആയിരിക്കും. എക്സാമ്പിൾ, എ എന്ന സെറ്റ് 1 2 3 നമ്മൾ ഇതിൻ്റെ ഓർഡർ ട്രിപ്ലെറ്റ് കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് വരിക? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കണ്ടുപിടിക്കുമ്പോൾ എ ക്രോസ് എ. അപ്പോൾ 3 ടൈംസ് എ റിപ്പീറ്റ് ആവും. അപ്പോൾ 1 2 1 2 1 2. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓർഡർ പെയർ എഴുതുമ്പോൾ 1 1 1 1 1 1 1 2 ആൻഡ് 1 2 1 1 2 2 ആൻഡ് 2 1 1 2 1 2 2 2 1 2 2 2. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ എ ക്രോസ് എ. അതായത് എ വന്നിട്ട് 3 ടൈംസ് ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് എയിൻ്റെ 1, സെക്കൻഡ് എയിൻ്റെ 1, തേർഡ് എയിൻ്റെ 1. അപ്പോൾ നമുക്കൊരു ഓർഡർ ട്രിപ്ലെറ്റ് കിട്ടും. അതുപോലെ ഈ എല്ലാ ഓർഡർ ട്രിപ്ലെറ്റും 3 എയിൽ നിന്ന് അത് സെയിം എലമെൻറ്റ്സ് 3 എയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഓർഡർഡ് പെയർസ് ആണ് ഇത്രയും. നെക്സ്റ്റ് വൺ ഇസ് റിലേഷൻസ്. റിലേഷൻസ് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ പഠിച്ച കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കാം. ഇതിൽ 2 സെറ്റ് കൊടുത്തിട്ടുണ്ട്, എ ആൻഡ് ബി. എ എന്ന സെറ്റിൽ മോഹൻ, സോഹൻ, ഡേവിഡ് ആൻഡ് കരീം. ആൻഡ് ബി എന്ന സെറ്റിൽ റീറ്റ, മേരി, ഫാത്തിമ. അപ്പോൾ ഇതിലെന്താ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ റിലേഷനാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ 2 സെറ്റ് തമ്മിൽ എന്തോ ഒരു റിലേഷൻ ഉണ്ട്, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സപ്പോസ് റീറ്റ ഹാസ് 2 brothers, മോഹൻ ആൻഡ് സോഹൻ. മേരി ഹാസ് 1 brother, ഡേവിഡ് ആൻഡ് ഫാത്തിമ ഹാസ് 1 brother, കരീം. ഇഫ് യു ഡിഫൈൻ എ റിലേഷൻ ആർ, ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന റിലേഷനാണ് ആർ. എന്താണ് എയും ബിയും തമ്മിലുള്ള റിലേഷൻ എന്ന് പറഞ്ഞാൽ ബ്രദർ, അതായത് എലമെൻറ്റ് എയും ബിയും തമ്മിലുള്ള റിലേഷൻ ബിയിൻ്റെ ബ്രദറാണ് എ. അതാണ് ഈ തന്നിട്ടുള്ള 2 സെറ്റിൻ്റെ റിലേഷൻ. അപ്പം നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് സെറ്റിലെ എയിലെ എലമെൻറ്റ് ഫസ്റ്റ് വൺ ഇസ് മോഹൻ. മോഹൻ റിലേറ്റഡ് ടു റീറ്റ ആൻഡ് സോഹൻ റിലേറ്റഡ് ടു റീറ്റ, ഡേവിഡ് റിലേറ്റഡ് ടു മേരി, കരീം റിലേറ്റഡ് ടു ഫാത്തിമ. അപ്പം നമുക്ക് ഈ റിലേഷൻ ആർ ഒമിറ്റ് ചെയ്തിട്ട് നമ്മൾ ഓർഡർഡ് പെയറിൽ എങ്ങനെ എഴുതാം? ഓർഡർഡ് പെയർ എഴുതുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇറ്റ് ഷുഡ് ബി ഇൻ ഓപ്പൺ ബ്രാക്കറ്റ് ആൻഡ് സെപ്പറേറ്റഡ് ബൈ കോമാസ്. അപ്പോൾ 2 എലമെൻറ്റ് കോമ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഫസ്റ്റ് വൺ ഇസ് മോഹൻ കമ റീറ്റ, സോഹൻ റീറ്റ, ഡേവിഡ് മേരി, കരീം, ഫാത്തിമ. അപ്പം നമുക്ക് ഈ മേലെ തന്നിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ അനുസരിച്ചിട്ട് ഈ റിലേഷൻ എങ്ങനെ എഴുതാം? റിലേഷൻ എന്ന് പറഞ്ഞാൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റാണ്. കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർസ്. അപ്പോൾ ഈ ഓർഡർഡ് പെയർസിൻ്റെ സെറ്റ് ഫസ്റ്റ് നമ്മൾ എഴുതണം. സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർസ് ഇതാണ്. നമ്മൾ കണ്ടുപിടിച്ച റിലേഷൻ അനുസരിച്ച് ഇതാണ് സെറ്റ് ഓഫ് ഓൾ ഓർഡർഡ് പെയർസ്.
അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ തന്നിട്ടുള്ള കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാം? ഈ നമ്മളിപ്പോൾ എഴുതിയ റിലേഷൻ എന്താണ്? വിച്ച് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി. അതായത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിൻ്റെ സബ്സെറ്റാണ് ഈ റിലേഷൻ. അതായത് ആർ ഇസ് ഈക്വൽ ടു എ കമ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ, ബി ബിലോങ്സ് ടു എ. ആൻഡ് ഇതിൽ എ റിലേറ്റഡ് ടു ബി ആണ്. അതായത് എ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് റിലേറ്റഡ് ടു ബി എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റ്. അപ്പോൾ റിലേഷൻ എന്ന് പറയുന്നത് കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ സബ്സെറ്റ് ആണ്. നെക്സ്റ്റ്, ഇഫ് എ ആൻഡ് ബി ആർ ടു സെറ്റ്സ് then a relation R from A to B is a subset of A cross B. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. നെക്സ്റ്റ്, ഇഫ് ഫസ്റ്റ് വൺ R is equal to 5, അതായത് നമ്മൾ എടുക്കുന്ന റിലേഷൻ വന്നിട്ട് 5 empty ആണെങ്കിൽ അതിനെ നമ്മൾ void relation എന്ന് പറയും. നെക്സ്റ്റ്, നമ്മൾ എടുക്കുന്ന റിലേഷൻ is equal to A cross B. അപ്പോൾ നമ്മൾ ആ റിലേഷനെ എന്ത് പറയും? യൂണിവേഴ്സൽ റിലേഷൻ. അതായത് യൂണിവേഴ്സൽ റിലേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. യൂണിവേഴ്സൽ എന്ന് വെച്ചാൽ എല്ലാം ചേർന്നിട്ടുള്ളതിനെയാണ് യൂണിവേഴ്സൽ. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ സെറ്റ് ഫോൾ ഓർഡേർഡ് പെയേഴ്സ്, അതിലെല്ലാ സെറ്റും ഉണ്ടാവും. ആ ഓർഡേർഡ് പെയേഴ്സിൽ എല്ലാ സെറ്റും ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ദ റിലേഷൻ എന്ന് പറഞ്ഞാൽ അതിലെല്ലതും ഉണ്ടാവും. എല്ലതും ഉണ്ടാവുന്നതിനെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറയുക. അപ്പോൾ എല്ലതും ഉണ്ടായ ഈ റിലേഷനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും. തേർഡ് വൺ ഇസ് ഇഫ് ആർ ഇസ് എ റിലേഷൻ ഡിഫൈൻഡ് ഫ്രം എ ടു എ. അതായത് സെയിം സെറ്റ് ഇറ്റ് സെൽഫ് അതിലേക്ക് തന്നെ റിലേഷൻ ആണ്. അപ്പം അതിനെ നമ്മൾ ഇറ്റ് ഈസ് കോൾഡ് എ റിലേഷൻ ഡിഫൈൻഡ് ഓൺ ആ എന്ന സെറ്റിൽ തന്നെ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ, റിലേഷൻ ഇസ് ഈക്വൽ ടു എ കമ എ ഫോർ ഓൾ എ ബിലോങ്സ് ടു എ ഇസ് കോൾഡ് ദ ഐഡൻറ്റിറ്റി റിലേഷൻ. അതായത് നമ്മൾ എടുക്കുന്ന ഓർഡേർഡ് പെയേഴ്സ് വന്നിട്ട് ഈക്വൽ സെയിം എലമെൻറ്റ്സ് ആണെങ്കിൽ നമ്മൾ അതിന് ഐഡൻറ്റിറ്റി റിലേഷൻ എന്ന് പറയും. നെക്സ്റ്റ് വൺ, ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് എ റിലേഷൻ. ഒരു റിലേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഡൊമൈൻ എന്താണ്, റേഞ്ച് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ റേഞ്ച് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. ഇഫ് ആർ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു സെറ്റ്സ്. ഇപ്പോൾ രണ്ട് സെറ്റിൻ്റെ റിലേഷനാണ് ആർ. അതിലെ ഫസ്റ്റ് ദ സെറ്റ് ഓഫ് ഫസ്റ്റ് എലമെൻറ്റ്സ് നമ്മൾ എഴുതുന്ന ഓർഡേർഡ് പെയേഴ്സിലെ എല്ലാ ഓർഡേർഡ് പെയേഴ്സിലെയും ഫസ്റ്റ് എലമെൻറ്റിനെ നമ്മൾ ഡൊമൈൻ എന്നും സെക്കൻഡ് എലമെൻറ്റ്സിനെ നമ്മൾ റേഞ്ച് എന്നും പറയും. ഫോർ എക്സാമ്പിൾ, ഇവിടെ നമ്മൾ ഈ ഫോർത്ത് പോയിന്റിൽ എ കമ എ എന്ന ഓർഡേർഡ് പെയർ എടുക്കുക. ഇതിൽ ഫസ്റ്റ് എ റിപ്രസെൻറ്റ്സ് ഡൊമൈൻ ആൻഡ് സെക്കൻഡ് എ റിപ്രസെൻറ്റ്സ് റേഞ്ച്. ഫസ്റ്റ് എനെ നമ്മൾ ഡൊമൈൻ എന്നും സെക്കൻഡ് എനെ നമ്മൾ റേഞ്ച് എന്നും വിളിക്കും. ഫോർ എക്സാമ്പിൾ, ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് എക്സാമ്പിളിൽ നോക്കി. ഇവിടെ എ എന്ന സെറ്റിൽ മോഹൻ, സോഹൻ, ഡേവിഡ്, കരീം ആൻഡ് ബി എന്ന സെറ്റിൽ റീട്ട, മേരി, ഫാത്തിമ. ഇതാണ് ഓർഡേർഡ് പെയേഴ്സ് എഴുതുമ്പോൾ ഫസ്റ്റ് എലമെൻറ്റ്സ് ഫസ്റ്റ് എ എന്ന സെറ്റിൽ വരും. ഇതിനെയെല്ലാം നമ്മൾ ഡൊമൈൻ എന്നും ഈ ബി എന്ന സെക്കൻഡ് സെറ്റ് നമ്മൾ ഓർഡേർഡ് പെയേഴ്സിൽ എഴുതുമ്പോൾ സെക്കൻഡ് എലമെന്റ് ആയിട്ടും വരും. അപ്പോൾ ഇതിനെ നമ്മൾ റേഞ്ച് എന്നും പറയും. ഇവിടെ കൊടുത്തിരിക്കുന്നു, ഡൊമൈൻ ഇസ് ഈക്വൽ ടു മോഹൻ, സോഹൻ, ഡേവിഡ്, കരീം ആൻഡ് റേഞ്ച് ഇസ് ഈക്വൽ ടു റീട്ട, മേരി, ഫാത്തിമ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഗിവൺ ദറ്റ് എ, ഒരു രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. എ എന്ന സെറ്റ് 2, 4, 5, 6, 7 ആൻഡ് ബി 2, 3. ആർ ഇസ് എ റിലേഷൻ ഫ്രം എ ടു ബി ഡിഫൈൻഡ് ബൈ. ആറാണ് ഇതിൻ്റെ റിലേഷൻ. ആ റിലേഷൻ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് ഓൾ എ ബി സച്ച് ദാറ്റ് എ ബിലോങ്സ് ടു എ ആൻഡ് ബി ബിലോങ്സ് ടു എ ആൻഡ് എ ഇസ് ഡിവിസിബിൾ ബൈ ബി. അതായത് തന്നിട്ടുള്ള രണ്ട് സെറ്റിൽ എ ബി, എ എന്ന എലമെൻറ്റ്, അതായത് ഫസ്റ്റ് എലമെൻറ്റ് ബിലോങ്സ് ടു എ എന്ന സെറ്റ്, സെക്കൻഡ് എലമെൻറ്റ് ബിലോങ്സ് ടു ദ സെക്കൻഡ് സെറ്റ് ബി. ആൻഡ് ദ റിലേഷൻ ഇസ് റിലേഷൻ എന്താണ്? ഇവിടെയുള്ള റിലേഷൻ എ ഇസ് ഡിവിസിബിൾ ബൈ ബി. അതായത് എ എന്ന എലമെൻറ്റ്, നമ്മൾ എടുക്കുന്ന എ എന്ന എലമെൻറ്റ് ഇസ് ഡിവിസിബിൾ ബൈ ബി എന്ന എലമെൻറ്റ്. ഫസ്റ്റ് എന്താ കണ്ടുപിടിക്കണ്ടേ? ആറിൻ്റെ റോസ്റ്റർ ഫോം. നമ്മൾ ഈ തന്നിട്ടുള്ള ആർ വന്നിട്ട് റോസ്റ്റർ ഫോമിൽ എഴുതണം. ഇപ്പോൾ ഇവിടെ ആർ എന്തിലാണ് തന്നിരിക്കുന്നത്? സെറ്റ് ബിൽഡർ ഫോം അല്ലേ? അപ്പം നമ്മൾ ഇതിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റി എഴുതണം. പിന്നെ നമ്മൾ ഡൊമൈൻ കണ്ടുപിടിക്കണം, റേഞ്ച് കണ്ടുപിടിക്കണം ആൻഡ്
തന്നിട്ടുള്ള റിലേഷൻ നമ്മൾ ഡയഗ്രമാറ്റിക്കലി റിപ്രസെൻറ്റ് ചെയ്യണം. സോ ഫസ്റ്റ് വൺ നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. റോസ്റ്റർ ഫോം എന്താണ്? റോസ്റ്റർ ഫോം നമ്മൾ ഓരോ എലമെൻസും ഓപ്പൺ ബ്രാക്കറ്റിൽ കോമാസ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നതിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുക. അപ്പോൾ ഫസ്റ്റ് വൺ എ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് 2, അതുപോലെ ബി എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെൻറ്റ് 2. അപ്പോൾ 2,2 ഇതിൽ ഫസ്റ്റ് നമ്മളെല്ലാം ഓർഡർഡ് പെയർ കണ്ടുപിടിക്കുക. 2,2 ആൻഡ് 2,3, 4,2, 4,3, 5,2, 5,3, 6,2, 6,3, 7,2, 7,3. ഇതാണ് എല്ലാ ഓർഡർഡ് പെയറും. ബട്ട് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ എ ഈസ് ഡിവിസിബിൾ ബൈ ബി. അതായത് എ എന്ന എലമെൻറ്റ് ബി വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ നോക്കണം. അപ്പോൾ ഫസ്റ്റ് ഓർഡർഡ് പെയർ 2, 2 ഡിവിസിബിൾ ആണ്. 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 2, 2 ഒരു പെയറാണ് തന്നിട്ടുള്ള റിലേഷൻ അനുസരിച്ച്. നെക്സ്റ്റ് 2, 3 ഡിവിസിബിൾ അല്ല. അപ്പോൾ ഇത് നമ്മുടെ റിലേഷനിൽ വരില്ല. നെക്സ്റ്റ് 4, 2 ഡിവിസിബിൾ ആണ്. അപ്പോൾ ഇതിൽ വരും. 4, 3 ഡിവിസിബിൾ അല്ല. 5, 2 ഡിവിസിബിൾ അല്ല. 5, 3 ഡിവിസിബിൾ അല്ല. 6, 2 ഡിവിസിബിൾ ആണ്. 6, 3 ഡിവിസിബിൾ ആണ്. 7, 2 ആൻഡ് 7, 3 ഡിവിസിബിൾ അല്ല. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിലേഷനിൽ ഏതൊക്കെയാണ് ഓർഡർഡ് പെയേഴ്സ്? 2, 2, 4, 2, 6, 2 ആൻഡ് 6, 3. ഇത് മാത്രം എഴുതിയിരിക്കുന്നതിൻ്റെ കാരണം തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ റിലേഷൻ തന്നിട്ടുണ്ട് എ ഈസ് ഡിവിസിബിൾ ബൈ ബി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുമ്പോൾ എല്ലാ ഓർഡർഡ് പെയേഴ്സും എഴുതിയിട്ട് അതിൽ ഏതൊക്കെ പെയറാണ് നമ്മുടെ റിലേഷനായിട്ട് ബന്ധമുള്ളതെന്ന് നോക്കിയിട്ട് എഴുതണം. നെക്സ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ്, ഡൊമൈൻ ഓഫ് ആർ. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഓർഡർഡ് പെയേഴ്സിൽ ഏതൊക്കെയാണ് ഫസ്റ്റ് എലമെൻറ്റ്സ്? ഫസ്റ്റ് എലമെൻറ്റ്സ് 2, 4, 6. 2, 4, 6. റേഞ്ച് എന്ന് പറഞ്ഞാൽ ഓർഡർഡ് പെയേഴ്സിലെ സെക്കൻഡ് എലമെൻറ്റ് 2 ആൻഡ് ഇവിടെ 2, ഇവിടെയും 2. അപ്പോൾ 2 ആൻഡ് 3. ഡൊമൈനസ് 2, 4, 6 ആൻഡ് റേഞ്ചസ് 2, 3. നെക്സ്റ്റ് ഇത് നമ്മൾ ഡയഗ്രമാറ്റിക്കലി എങ്ങനെ റിപ്രസെൻറ്റ് ചെയ്യുക? എ എന്ന സെറ്റ് ആൻഡ് ബി എന്ന സെറ്റ്. എയിൽ 2, 4, 5, 6, 7 ആൻഡ് ബിയിൽ 2, 3. ഇതിൽ നമുക്ക് ഓർഡർഡ് പെയർ ഏതൊക്കെയാണ്? 2ൽ നിന്ന് 2ലേക്ക് ആൻഡ് 4ൽ നിന്ന് 2ലേക്ക് ആൻഡ് 6ൽ നിന്ന് 2ലേക്ക് ആൻഡ് 6ൽ നിന്ന് 3ലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ഡയഗ്രമാറ്റിക്കലി നമ്മൾ റിപ്രസെൻറ്റ് ചെയ്യുക ഒരു റിലേഷൻ. നെക്സ്റ്റ് വൺ എക്സാമ്പിൾ. ഇഫ് ആർ ഇസ് എ റിലേഷൻ, ആർ എന്ന് പറഞ്ഞ ഒരു റിലേഷൻ, ആ റിലേഷൻ എന്താന്ന് പറഞ്ഞാൽ ഇസ് ഗ്രേറ്റർ ദാൻ ഫ്രം എ ടു ബി, രണ്ട് സെറ്റ് എ ആൻഡ് ബി. അതിൽ എ എന്ന എലമെൻറ്റ് ഗ്രേറ്റർ ആണ് എന്തിനേക്കാളും ബി എന്ന എ എന്ന സെറ്റിലുള്ള എലമെൻറ്റിനെക്കാട്ടിലും ബി എന്ന എലമെൻറ്റ് ലെസ് ആയിരിക്കും. അതായത് എ ആണ് ഏറ്റവും, എയിലുള്ള സെറ്റ് ആയിരിക്കണം, എലമെൻ്റ് ആയിരിക്കണം ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വൺ റോസ്റ്റർ ഫോമിൽ എഴുതണം. നെക്സ്റ്റ് വൺ ഡൊമൈൻ കണ്ടുപിടിക്കണം ആൻഡ് റേഞ്ച് കണ്ടുപിടിക്കണം. റോസ്റ്റർ ഫോമിൽ നമ്മൾ എഴുതാൻ എന്താ ചെയ്യേണ്ടത്? ഇത് വന്നിട്ട് എല്ലാ ഓർഡർഡ് പെയേഴ്സും കോമാസ് വെച്ച് സെപ്പറേറ്റ് ചെയ്ത് കേർലി ബ്രാക്കറ്റിൽ എഴുതണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓർഡർഡ് പെയർ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കണം. ഓർഡർഡ് പെയർ 1, 1, 1, 2, 1, 6, 2, 1, 2, 2, 2, 6, 3, 1, 3, 2, 3, 6 ആൻഡ് 4, 1, 4, 2, 4, 6, 5, 1, 5, 2, 5, 6. ബട്ട് ഇതിൽ റിലേഷൻ തന്നിട്ടുണ്ട് എ എന്ന സെറ്റിലെ എലമെൻ്റ് ആയിരിക്കണം ഗ്രേറ്റർ വാല്യൂ. അപ്പം നമ്മൾ 1, 1 എടുക്കുമ്പോൾ രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ഇത് ഈ റിലേഷനിൽ വരില്ല. നെക്സ്റ്റ് 1, 2 എന്ന ഓർഡർഡ് പെയർ എടുക്കുമ്പോൾ ഇതിൽ ബി എന്ന സെറ്റിലെ എലമെൻ്റ് ആണ് ഗ്രേറ്റർ. അപ്പോൾ ഈ ഓർഡർഡ് പെയറും ഇതിൽ വരില്ല. നെക്സ്റ്റ് 2 ആൻഡ് 6 എടുക്കുമ്പോൾ ബി എന്ന സെറ്റിലെ എലമെൻറ്റ് തന്നെയാണ് ഗ്രേറ്റർ. അപ്പോൾ അതും വരില്ല. നെക്സ്റ്റ് 2, 1 ഇതിൽ എ എന്ന സെറ്റിലെ എലമെൻ്റ് ആണ് ഗ്രേറ്റർ. അപ്പോൾ നമ്മുടെ റിലേഷനിൽ ഓർഡർഡ് പെയർ 2, 1 വരും. നെക്സ്റ്റ് 2, 2 വന്നിട്ട് ഈക്വൽ ആയതുകൊണ്ട് അത് വരില്ല. 2, 6 ഇസ് ഗ്രേറ്റർ. അപ്പോൾ അത് റിലേഷനിൽ വരില്ല. നെക്സ്റ്റ് 3, 1
3 is greater, അപ്പോൾ അത് വരും. നെക്സ്റ്റ് 3 2, അതിൽ എ എന്ന സെറ്റിലെ 3 എന്ന എലമെൻ്റ് ആണ് ഗ്രേറ്റർ, അപ്പോൾ 3 2. നെക്സ്റ്റ് 4 2, 4 is greater, അപ്പോൾ വരും. നെക്സ്റ്റ് 4 6 വരില്ല, 6 is greater ആയതുകൊണ്ട്. നെക്സ്റ്റ് 5 എടുത്ത 5 1, 5 greater, അപ്പോൾ വരും. 5 2, 5 greater ആയതുകൊണ്ട് വരും. 5 6, ബി എന്ന സെറ്റിലെ എലമെൻ്റ് ആണ് ഗ്രേറ്റർ, അപ്പോൾ ആ റിലേഷൻ വരില്ല. അപ്പോൾ ഇതിൽ വരുന്ന ഓർഡർഡ് പെയേഴ്സ് 2 1 3 1 3 2 4 1 4 2 5 1 5 2. ആൻഡ് ഡൊമൈൻ ഏതൊക്കെയാണ്? ഡൊമൈൻ ഓർഡർഡ് പെയറിൽ ഫസ്റ്റ് എലമെന്റ്, സോ 2 3 4 5. ആൻഡ് റേഞ്ചസ് സെക്കൻഡ് എലമെന്റ് 1 2 ആൻഡ് 1 2 only. മനസ്സിലായില്ലേ എങ്ങനെയാണ് ഒരു റിലേഷൻ തരുമ്പോൾ നമ്മൾ അതിൻ്റെ ഓർഡർഡ് പെയർ എഴുതേണ്ടത്? ആ റിലേഷൻ എങ്ങനെ എഴുതണം? അതായത് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ, ആ ഓർഡർഡ് പെയറിൽ ഏതൊക്കെയാണ് മാച്ച് ആവുന്നത് അത് വേണം റിലേഷനിൽ നമ്മൾ എഴുതാൻ. ആൻഡ് ഡൊമൈൻ കണ്ടുപിടിക്കാനും റേഞ്ച് കണ്ടുപിടിക്കാനും. നെക്സ്റ്റ്, കോഡൊമൈൻ ഓഫ് എ റിലേഷൻ. എങ്ങനെയാണ് എന്താണ് കോഡൊമൈൻ? ഒരു റിലേഷൻ്റെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം നമുക്ക്. ഇഫ് R is a relation from A to B, then B is called codomain of R. ഇപ്പോൾ രണ്ട് സെറ്റ് എ ആൻഡ് ബി, അതിൻ്റെ റിലേഷൻ R. അതിലെ ബി എന്ന സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ ഓഫ് ദ റിലേഷൻ എന്ന് പറയുന്നത്. എ ബി ആൻഡ് രണ്ട് സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ എയിൽ നിന്ന് ബിയിലേക്ക് ഒരു റിലേഷൻ ഉണ്ടെങ്കിൽ ആ ബി എന്ന സെറ്റിനെ നമ്മൾ കോഡൊമൈൻ എന്ന് പറയും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. എ എന്ന സെറ്റ് 1 3 4 5 7, ബി എന്ന സെറ്റ് 2 4 6 8, ആൻഡ് ആർ ബി ദ റിലേഷൻ ഇസ് 1 less than from A to B. 1 less than from A to B. Then R is equal to, റിലേഷൻ എങ്ങനെയായിരിക്കും എഴുതുക? അതായത് എ എന്ന എലമെന്റ്, റിലേഷൻ എന്താണ്? എ എന്ന എലമെന്റിലുള്ള വാല്യൂ ബി എന്ന എലമെന്റിലുള്ള വാല്യൂവിനെക്കാട്ടിലും ഒരു വാല്യൂ മൈനസ് ആയിട്ടുണ്ടാവണം, അതായത് കുറവായിട്ടുണ്ടാവണം. അപ്പോൾ എ എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് 1 ആൻഡ് ബി എന്ന സെറ്റിലെ ഫസ്റ്റ് എലമെന്റ് 2. അപ്പോൾ നമ്മൾ ഓർഡർഡ് പെയർ എഴുതുമ്പോൾ 1 2 എന്ന് വരും. അപ്പോൾ റിലേഷൻ എന്താണ്? ബി എന്ന ഇപ്പോൾ 1 2, 1 2ൽ 2നെക്കാട്ടിലും ഒരു 2 - 1 ആണ് എ എന്ന എലമെന്റിലെ ഫസ്റ്റ് 1. അപ്പോൾ തന്നിട്ടുള്ള റിലേഷൻ അനുസരിച്ച് 1 2 ഇസ് കറക്റ്റ്. നെക്സ്റ്റ് 1 എഴുതുമ്പോൾ 1 4. ഇതിൽ എ എന്ന എലമെന്റ് 1, എ എന്ന സെറ്റിലെ എലമെന്റ് ഫസ്റ്റ് 1 ഇസ് 1 ആൻഡ് ബി എന്ന സെറ്റിലെ എലമെന്റ് ഇസ് 4. ബട്ട് ദ ഡിഫറൻസ് ഇസ് 3. ബട്ട് നമുക്ക് തന്നിട്ടുള്ള റിലേഷൻ അനുസരിച്ച് ഇസ് 1 ലെസ് ദാൻ, ഒരേ ഒരു സംഖ്യ മാത്രമേ കുറവായിട്ടുണ്ടാവാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ ഡിഫറൻസ് ഇസ് 3, അപ്പോൾ ഇത് ഈ റിലേഷനിൽ വരില്ല. നെക്സ്റ്റ് 1 6, ഡിഫറൻസ് ഇസ് 5, അപ്പോൾ റിലേഷൻ വരില്ല. 1 8, ഡിഫറൻസ് ഇസ് 7, അതും റിലേഷനിൽ വരില്ല. നെക്സ്റ്റ് 3 2 എടുത്ത ഡിഫറൻസ് 1 ആണ്, ബട്ട് ഇതിൽ എ വാല്യൂ ആവണം ലെസ് ആയിട്ടുണ്ടാവാൻ, അതായത് ബി എന്ന വാല്യൂവിനെക്കാട്ടിലും എ എന്ന വാല്യൂ ഒരേ ഒരു സംഖ്യ കൊണ്ട് ചെറുതായിരിക്കണം. പക്ഷെ ഇവിടെ അത് സ്യൂട്ട് ആവില്ല. ആൻഡ് 3 4 ഇതിൽ സ്യൂട്ട് ആവും, കാരണം 4 ഇസ് ഗ്രേറ്റർ ദാൻ 3. അതിൽ ഒരേ ഒരു സംഖ്യ മാത്രം, അതായത് ഒരേ ഒരു വാല്യൂ 4 - 3 1, അപ്പോൾ 3 4. ആൻഡ് 3 6 വരില്ല, 3 8 വരില്ല, 4 2 വരില്ല, രണ്ട് ഡിഫറൻസസ് 2. ആൻഡ് 4 4 വരില്ല, ആൻഡ് 4 6 വരില്ല, 4 8 വരില്ല, ആൻഡ് 5 2 വരില്ല, 5 4 വരില്ല, 5 6 വരും. 5 6 വരാൻ കാരണം ദ ഡിഫറൻസസ് 1. ഇതിൽ എ വാല്യൂ ആണ് ലെസ് വാല്യൂ. ആൻഡ് 5 8 വരില്ല. നെക്സ്റ്റ് 7 2 വരില്ല, 7 4 വരില്ല, 7 6 വരില്ല, ബട്ട് 7 8 വരും. കാരണം ഇതിൽ 7 എന്ന് പറയുന്ന എ എലമെന്റിലെ വാല്യൂ വന്നിട്ട് ബി സെറ്റിലെ എലമെന്റിനെക്കാട്ടിലും ഒരേ ഒരു വാല്യൂ ചെറുതാണ്. നെക്സ്റ്റ് എക്സാമ്പിൾ, let A is equal to 1 2 3 4 5 6. Define a relation R from A to A by R is equal to xy, y is equal to x plus 1, and write down the domain, range and codomain of R.
ഇതിൽ നമ്മൾ റിലേഷൻ കണ്ടുപിടിക്കണം. ഈ റിലേഷൻ എങ്ങനെയാണ് തന്നിട്ടുള്ളത്? റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ ആൻഡ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. ഒരേ ഒരു സെറ്റ് മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഓർഡർഡ് പെയേഴ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ ഓർഡർഡ് പെയേഴ്സ് കണ്ടുപിടിക്കാന്ന് അവർ അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. വൈ എന്ന് പറയുന്ന എലമെൻറ്റ് ഇതിൽ ഫുള്ള് നമുക്ക് എക്സ് വാല്യൂ മാത്രമേ അറിയുള്ളൂ, കാരണം ഒരേ ഒരു സെറ്റ് മാത്രമേ തന്നിട്ടുള്ളൂ, എ എന്ന സെറ്റ്. ഓർഡർഡ് പെയർ എഴുതാൻ നമുക്ക് വൈ വാല്യൂയും കൂടെ വരണം, അതായത് നെക്സ്റ്റ് ഒരു സെറ്റും കൂടെ വേണം. അപ്പോൾ ആ എലമെൻറ്റ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനൊരു റിലേഷൻ തന്നിട്ടുണ്ട്, അതാണ് വൈ ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൺ. അപ്പോൾ നമ്മളത് എങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് സെറ്റ് എയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 എന്ന് പറയുന്നത് എക്സ് വാല്യൂ. അപ്പോൾ 1 എടുത്താൽ നമുക്ക് വൈ വാല്യൂ എന്താ കിട്ടുക? വൈ ഇസ് ഈക്വൽ ടു 1 + 1. 1 + 1 is 2. അപ്പോൾ 1 എടുക്കുമ്പോൾ നമ്മുടെ വൈ വാല്യൂ 2. നെക്സ്റ്റ് 2 എടുക്കുമ്പോൾ നമ്മുടെ വൈ വാല്യൂ 2 + 1 3. അപ്പോൾ 2, 3. 3 എടുക്കുമ്പോൾ വൈ വാല്യൂ 3 + 1. അപ്പോൾ 3, 4. 4 എടുത്താൽ 4 + 1 5. 4, 5. ആൻഡ് 5 എടുത്താൽ 5, 6. and 6 എടുത്ത 6, 7. and domain of A is equal to, domain എന്ന് പറഞ്ഞാൽ the first elements 1 2 3 4 5 and ഇതിൽ 6 കൂടെ വരും. and range of R, range എന്ന് പറഞ്ഞാൽ second elements 2 3 4 5 6. codomain എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന എലമെൻറ്റ്സ്, അതായത് രണ്ട് സെറ്റിൽ എ ആൻഡ് ബി ഉണ്ടെങ്കിൽ ആ ബി എന്ന് പറയുന്ന സെറ്റിനെയാണ് നമ്മൾ കോഡൊമൈൻ എന്ന് പറയുക. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വരിക? 2 3 4 5 6. മനസ്സിലായില്ലേ എങ്ങനെയാണ് കോഡൊമൈൻ കണ്ടുപിടിക്കുകയെന്ന്?